ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ ബ്ലൗസ് തയ്ക്കാനിരിക്കുവാണ്, സാരി ബ്ലൗസ്. നമ്മൾ ആദ്യം തന്നെ കട്ടിങ് റെഡിയാക്കി മാറ്റി വെക്കണം, 2 കട്ടിങ്ങും. അപ്പോൾ ഇത് തയ്ച്ച് മാറ്റി വെച്ചു. ഇനി പിന്നെ പുറം പീസാണ് എടുത്തിരിക്കുന്നത്. പുറം പീസിൻ്റെ അടിഭാഗത്ത് പടി പിടിപ്പിക്കുവാണ്. നമ്മൾ തയ്ക്കുമ്പോഴല്ലോ ഇത്രയും ഭാഗം, ബ്ലൗസിൻ്റെ ഇത്രയും ഭാഗം കുറച്ച് മാറ്റി ഇട്ടും കൊണ്ട് വേണം തയ്ച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ അങ്ങ് പള്ള ചാടി പോലെ താന്ന് കിടക്കും. അതിനാണ് അത്രയും ഭാഗം നമ്മൾ മാറ്റിക്കൊണ്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പുറം പീസ് പടി പിടിപ്പിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ മൂന്നാമത് ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ട് പീസിലെ പോയിന്റുകൾ തയ്ക്കാൻ പോവുകയാണ്. 2, 3, 4 ഇങ്ങനെയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. ഇത് ചിലപ്പോൾ അളവ് വ്യത്യാസം വരും. ഇവിടെ 2.5 വരും, ഇവിടെ 3.5 വരും, ഇവിടെ 4.5 വരും. അങ്ങനെ വ്യത്യാസം വരും. ഇപ്പം ഞാൻ 2, 3, 4 ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ കട്ടിങ് തയ്ച്ചു, പിന്നെ പുറം പീസിന്റെ പടി പിടിപ്പിച്ചു, പിന്നെ ഇതിന്റെ പോയിന്റുകൾ തയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ പോയിന്റുകൾ തയ്ച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയാം, ഈ പീസുകളെടുത്ത് ഇതേ പിടിപ്പിക്കുക. അത് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഈ 2 സൈഡിൽ ഇത് പിടിപ്പിച്ചേ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയാം, ഇവിടെ 2 ഇടത്ത് ഓരോ പടി വരും. ഇവിടെ ഒരെണ്ണം പടി വരും. നമ്മൾ പുറകെ പിടിപ്പിച്ച പീസിന്റെ ബാക്കിയുണ്ടല്ലോ അതെടുത്ത് വലതുവശത്തും പിടിപ്പിക്കണം. പിന്നെ ഇതുണ്ടല്ലോ കഴുത്ത് വെട്ടിയതിന്റെ ബാക്കി ബാലൻസ് വന്നില്ലേ, അതെടുത്ത് ഇവിടെയും പിടിപ്പിക്കണം. ഇതെടുത്ത് ഇത് വലതുവശത്താണ്, ഇത് വലതുവശത്തും ഇത് ഇടതുവശത്തുമാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും പിടിപ്പിച്ചുകൊണ്ട് ഓടി വരാം. അപ്പോൾ ഇത് രണ്ടും തയ്ച്ചു കഴിഞ്ഞ് ഈ പടി ഇടതുവശത്തെ പടിയും വലതുവശത്തെ പടിയും നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ ഇത് രണ്ടും വെച്ചും കൊണ്ട് ഒപ്പമാണോ എന്ന് നോക്കണം. ഇവിടെ വെച്ചും കൊണ്ട് ഇവിടെ അങ്ങേറ്റം വരെ രണ്ടും ഒപ്പമാണോ എന്ന് നോക്കണം. ഒപ്പമാണ്. ഇനി നമ്മൾ എന്തോ എടുക്കണമെന്നറിയാവോ, ഓരോ പോയിന്റ് ഇട്ടേക്കണം. അതായത് എവിടെല്ലാം ഹൂക്സ് പിടിപ്പിക്കണമെന്നുള്ള ഓരോ പോയിന്റ്. അപ്പോൾ 5 പോയിന്റ് നമ്മളിട്ടേ. ഇനി നമ്മൾ എന്തെടുക്കണമെന്നറിയാവോ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പുറയിലത്തെ പീസ് ഇവിടെ തയ്ച്ചു വെച്ചിട്ടില്ലേ, പടി പിടിപ്പിച്ച് വെച്ചിട്ട് അതെടുത്ത് ഇട്ടിട്ട് ഈ ഷോൾഡറും ഈ ഷോൾഡറുകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുവാണ് അടുത്ത പരിപാടി. അപ്പം നമ്മുടെ 5ാമത്തെ പണിയും കഴിഞ്ഞു. നമ്മൾ ഷോൾഡർ പിടിപ്പിച്ചേ. ഇവിടെ ഉണ്ടല്ലോ ഈ കഴുത്തിന്റെ ഇവിടുത്തെ ഈ തയ്യല്, ഇത് വിടരുതേ. ഇത് നമ്മളിവിടെ പട്ട പിടിപ്പിക്കുന്ന ആ സമയത്ത് വിടാവുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയാം, 6ാമത്തെ പണി എന്തുവാണ്, നമ്മുടെ ഈ കൈകൾ രണ്ടും പിടിപ്പിക്കുക. ഇതേലെ ഈ ഷോൾഡറിന്റെ ഇവിടെ ഈ കൈകൾ പിടിപ്പിച്ചു വെക്കാം. അപ്പൊ നമ്മൾ ഈ കൈകൾ തമ്മിൽ കൂട്ടി പിടിപ്പിച്ചല്ലോ. ഇനി ഈ സൈഡ് തമ്മിൽ അടിച്ചേക്കണം. സൈഡ് തമ്മിൽ അടിക്കുമ്പോൾ എന്നെ എടുക്കണം എന്നറിയാം, നമ്മൾ വണ്ണം നോക്കണം. വണ്ണം നോക്കിയിട്ട് വേണം കറക്റ്റ് ആക്കാനായിട്ട്. ആദ്യം ഒരു തയ്യൽ തയ്ക്കുക, പിന്നെ നമ്മൾ വണ്ണം നോക്കിയിട്ട് നമുക്ക് എത്ര 36 ഇഞ്ച് വണ്ണം അല്ലായിരുന്നു വേണ്ടത്, ആ 36 ഇഞ്ച് വണ്ണത്തിൻ്റെക്കാളും എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ അത് തയ്ച്ച് പോയിക്കോണം. അപ്പോൾ ആ സൈഡ് നമുക്ക് തയ്ച്ചുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ഈ പരിപാടിയും കഴിഞ്ഞ് ഈ സൈഡെല്ലാം അടിച്ച് ഞാൻ 1, 2, 3, 4 തയ്യൽ കൊടുത്തിട്ടുണ്ട്. ചുരുങ്ങുന്നതിനനുസരിച്ച് നമുക്ക് അഴിച്ചു വിട്ടെടുക്കാം. പിന്നെ ഇനി നമ്മുടെ പണി എന്തുവാന്ന് ചോദിച്ചാൽ, ഈ കഴുത്തേല് നമ്മൾ ഈ ക്രോസ് കട്ടിങ് തുണി വെട്ടിവെച്ചിരുന്നല്ലോ, അത് നമുക്ക് പിടിപ്പിച്ചുകൊണ്ട് വരാം. അങ്ങനെ മിഷൻ പണി മൊത്തം കഴിഞ്ഞു. മിഷനിലുള്ള പണി തീർന്നു. ഇനി നമുക്ക് കൈ കൊണ്ടുള്ള പണിയാണ്. സൂചി കൊണ്ട് നമ്മൾ ഇവിടെ മടക്കി തയ്ക്കണം. മടക്കി ഇട്ടിട്ടുണ്ട്, ഇവിടെ കൈത്തയ്യൽ തയ്ക്കണം. ഇതകത്തോട്ടാക്കി കൈത്തയ്യൽ തയ്ക്കണം. പിന്നെ ഈ ഇവിടെ പുറകിലത്തെ പടി മടക്കി തയ്ക്കണം. പിന്നെ ഹുക്സ് പിടിപ്പിക്കണം. നമ്മൾ 2 അടയാളം ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ എല്ലാം പിടിപ്പിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പണികൾ. ഞാൻ ആ കൈപ്പണികളൂടെ ചെയ്തിട്ട് വരാം. അങ്ങനെ ഈ ബ്ലൗസിൻ്റെ പണി പൂർത്തിയായി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.